വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഫറവോ രാജാവിന് വിശദീകരിക്കാനാവാത്ത ചില സ്വപ്നങ്ങൾ കാണപ്പെട്ടു. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തൻ്റെ സ്വപ്നങ്ങൾ അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഈ സമയം പാനപാത്രവാഹകൻ ജോസഫിൻ്റെ സ്വപ്ന വിശദീകരണത്തിനുള്ള കഴിവിനെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞു. രാജാവ് ജോസഫിനെ തടവിൽ നിന്ന് മോചിതനാക്കി തനിക്കുണ്ടായ സ്വപ്നങ്ങളെ വിശദീകരിക്കാൻ ആജ്ഞാപിച്ചു. ആ സ്വപ്നങ്ങൾ സമീപഭാവിയിൽ വരാനിരിക്കുന്ന സുഭിക്ഷതയുടെയും പിന്നീട് വരാനിരിക്കുന്ന ക്ഷാമത്തിൻ്റെയും സൂചനയാണെന്നും സുഭിക്ഷതയുടെ കാലത്ത് ധാന്യം സംഭരിച്ച് ക്ഷാമകാലത്തേക്ക് ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചു. ഫറവോ ധാന്യസൂക്ഷിപ്പിൻ്റെ ചുമതല ജോസഫിനെ ഏൽപ്പിക്കുന്നു. നീ എൻ്റെ വീടിന് മേലാളായിരിക്കും. എൻ്റെ ജനം മുഴുവൻ നിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ, ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിലൊരു സ്വർണ്ണമാലയിടുകയും ചെയ്തു. ഉൽപ്പത്തി 41 അധ്യായം 40 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. ജോസഫിൻ്റെ ഭാര്യയായ അസനത്തിലൂടെ ഉണ്ടായ 2 മക്കളാണ് മനശ്ശെയും എഫ്രൈമും. ഈ 2 പേരാണ് യാക്കോബിൻ്റെ ലേവിയും ജോസഫും ഒഴികെയുള്ള 10 പേരോടുകൂടി പിന്നീട് 12 സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചത്. ജോസഫ് സ്വപ്ന വിശദീകരണം നടത്തിയതുപോലെ ഈജിപ്തിൽ 7 വർഷത്തെ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ ജോസഫ് രാജ്യത്തിന് വേണ്ടി ധാന്യസംഭരണം നടത്തി. ക്ഷാമത്തിൻ്റെ അടുത്ത 7 വർഷങ്ങൾ ആരംഭിച്ചു. ധാന്യം വാങ്ങാൻ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിയതിനു പുറമെ കാനാൻ ദേശത്തു നിന്നും യാക്കോബിൻ്റെ ബെഞ്ചമിൻ ഒഴികെയുള്ള 10 മക്കളും ധാന്യം വാങ്ങാൻ ജോസഫിൻ്റെ അടുത്തെത്തി. ജോസഫ് അവരെ തിരിച്ചറിഞ്ഞെങ്കിലും ജോസഫിനെ അവർ തിരിച്ചറിഞ്ഞില്ല. സംസാരത്തിൽ അവർ പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ 12 സഹോദരന്മാരാണ്. കാനാൻ ദേശത്തുള്ള ഒരുവൻ്റെ പുത്രന്മാർ. ഏറ്റവും ഇളയവൻ ഇപ്പോൾ ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയാണ്. ഒരാൾ ജീവിച്ചിരിപ്പില്ല. ഉൽപ്പത്തി 42 അധ്യായം 13 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.